ആകാശവാണി ദേശീയ നാടക പരിപാടി. നാടകം പന്നാധായ്. രചന വിനോദ് കുമാർ. മലയാള പരിഭാഷ ഡോക്ടർ അജിത് കുമാർ ബി. പങ്കെടുക്കുന്നവർ രജിത മധു, രജനി മേലൂർ, പി ടി മനോജ്, കെ പി കെ വെങ്ങര, എം എസ് വാസുദേവൻ, ബാലമുരളി ചിറക്കൽ, ഷാജി മാലൂർ, ജിതേഷ് പി, സജി സെബാസ്റ്റ്യൻ, കെ ഒ ശശിധരൻ, വി വി മുരളീധരൻ, ജിതേഷ് പി വി, മയൂഖ് ഷാജി, മാനസ ഷാജി. സഹകരണം എസ് ആർ മായ, എ ടി നിത്യ. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, സുരേന്ദ്രൻ കൂടാളി. നിർവഹണ സഹായം വിനീത സുമം. പന്നാധായ്. ഇനി ഒട്ടും സഹിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് അമ്മക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഇനിയും എത്ര നാൾ നാം ഗുജറാത്തിലെ സുൽത്താൻ മുജഫറിന്റെ സൗജന്യത്തിൽ കഴിയും? എത്ര നാളമ്മേ? മോനെ ബൻവീറെ, കാലത്തിന്റെയും ഭാഗ്യത്തിന്റെയും വിധിയുടെയും മുന്നിൽ ആർക്ക് പിടിച്ചു നിൽക്കാനാകും? കാലവും ഭാഗ്യവും വിധിയും ഇവ ദുർബലരുടെ കഴിവില്ലായ്മയെ വെളിവാക്കുന്ന വാക്കുകൾ മാത്രമാണമ്മേ. എനിക്ക് വെറുപ്പാണ് ഈ വാക്കുകളോട്. ഇനി ഒട്ടും സഹിക്കാൻ കഴിയില്ല. നിനക്ക് ബാഗഡിലെ ഭൂമി കിട്ടിയല്ലോ, അത്രയെങ്കിലും ഭാഗ്യമുണ്ടല്ലോ നിനക്ക്. ദാനം കിട്ടിയ തുണ്ടുകളെ ഭാഗ്യമെന്ന് കരുതരുത്. എനിക്ക് വേണ്ടത് ബാഗഡിലെ ഭൂമിയല്ല, മറിച്ച് മേവാടിലെ ഭരണമാണ്, ചിത്തോടിലെ രാജസിംഹാസനമാണ്. അസാധ്യം. സാധ്യമാണ്. രാജസിംഹാസനത്തിന്റെ അവകാശി മൂത്ത മകൻ എന്നതാണ് പാരമ്പര്യം. അവകാശമോ? അവകാശമുണ്ടെങ്കിലും രാജസിംഹാസനം മോനെ നിന്റെ കയ്യെത്തുന്നതിനും മുകളിലായിരിക്കും. അതുകൊണ്ട് ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കണം അമ്മേ. സിറോഹിലെ റാണ ജഗ്മാൽ എന്റെ പിതാവ് മഹാറാണ പൃഥ്വിരാജിനെ വിഷം കുടിപ്പിച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ചിത്തോടിലെ മഹാരാജാവിന്റെ സിംഹാസനത്തിൽ വിരാജിക്കുമായിരുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ മരണശേഷം മഹാറാണ സാങ്കയെ സിംഹാസനസ്ഥനാക്കി. എന്നാൽ അതുകൊണ്ട് നാം മഹാറാണ സാങ്കയുടെ മൂത്ത പുത്രനായ പൃഥ്വിരാജിന്റെ പുത്രനാണ് എന്ന യാഥാർത്ഥ്യം മാറുന്നില്ല. അമ്മക്കറിയാമല്ലോ, മഹാറാണ സാങ്ക മുഗൾ ചക്രവർത്തി ബാബറുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം രാജാവായത് സാങ്കായുടെ മൂത്ത പുത്രൻ. അവനും വയസ്സിൽ എന്നേക്കാൾ എളുപ്പമായിരുന്നു. എന്നാൽ അവന്റെ മരണശേഷമെങ്കിലും എനിക്ക് അധികാരം കിട്ടണ്ടേ? ഇന്ന് ചിത്തോട് കോട്ടയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതോ മഹാരാജാവിന്റെ രണ്ടാം ഭാര്യ കർണാവതിയുടെ മകൻ വിക്രമാദിത്യൻ. എന്താ, ഞാൻ വിക്രമാദിത്യന്റെ മൂത്ത സഹോദരനല്ലേ? എന്നിട്ട് എന്റെ അവകാശം എവിടെ പോയി? മൂത്ത സഹോദരന്റെ മൂത്ത പുത്രനോട് കാണിക്കേണ്ട ന്യായം എവിടെ പോയി? അതും നാം ഉള്ളപ്പോൾ തന്നെ. തീർച്ചയായും നീ മഹാരാജാവ് പൃഥ്വിരാജിന്റെ പുത്രൻ തന്നെയാണ്. പ്രായത്തിൽ വിക്രമാദിത്യനേക്കാൾ മൂത്തതാണ്. എന്നാൽ ഞാൻ മഹാരാജാവിന്റെ വിവാഹം ചെയ്ത ഭാര്യയല്ലായിരുന്നുവെന്നത് മറക്കരുത്. ഞാൻ അദ്ദേഹത്തിന്റെ ദാസിയായിരുന്നു. ദാസി, നീ ഒരു ദാസീപുത്രനാണ്. ഈ യാഥാർത്ഥ്യവും മാറ്റാൻ കഴിയാത്ത ഒന്നാണ്. പുത്രൻ തന്നെയാണ്. കൂടാതെ നിയമമനുസരിച്ച് മൂത്ത പുത്രനായതുകൊണ്ട് സിംഹാസനത്തിൽ എനിക്കാണ് അവകാശം. എനിക്ക് തന്നെയാണ് അവകാശം. മേവാടിലെ സർദാറും പിന്നെ ഉമ്മറാവും നിന്നെ ഒരിക്കലും രാജാവായി അംഗീകരിക്കുകയില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ മഹാറാണ രതൻ സിംഗിന്റെ മരണശേഷം നിന്നെ രാജാവാക്കില്ല. പാരമ്പര്യം അധികാരത്തിന്റെയും നിയമങ്ങളുടെയും മുന്നിൽ അടിച്ചമർത്തപ്പെടുന്നു വൻവീറെ, എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നു. നാം ഈ പാരമ്പര്യങ്ങളെ തകർക്കും. ചിത്തോടിലെ സിംഹാസനം നമ്മുടേതാണ്. ചിത്തോടിന് പുതിയ പാരമ്പര്യത്തിനായി തയ്യാറാകേണ്ടി ഗംഗയുടെ വംശത്തെ നശിപ്പിക്കേണ്ടി വന്നാൽ പോലും. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മേ, ഒരു ദിവസം
ഒരു ദിവസം നിങ്ങൾ മേവാടിലെ മഹാരാജാവിന്റെ അമ്മയാകും, മേവാടിന്റെ രാജമാതാവാകും. ഈ പിടിവാശി കൊണ്ട് എന്താണ് മെച്ചം? പിടിവാശിയല്ലമ്മേ, ശപഥം. താമസിയാതെ തന്നെ അമ്മയുടെ ഈ മകൻ സ്വന്തം ശപഥം പൂർത്തീകരിച്ചിരിക്കും. നമ്മുടെ ശപഥമാണിത്, ശപഥം. പ്രണാമം ബഹദൂർ ഷാ തിരുമനസേ. ഈ നിൽക്കുന്ന ദൂതൻ ചിത്തോറിലെ മഹാറാണ വിക്രമാദിത്യ സിംഹന്റെ സന്ദേശവുമായി വന്നതാണ്. വായിച്ചു കേൾപ്പിക്കൂ. ഉത്തരവ് വായിക്കാം. ബഹദൂർ ഷാ ചക്രവർത്തിക്ക് അഭിവന്ദനം. നാം തമ്മിൽ ഒരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാംഡുവിലെ എല്ലാ കോട്ടകളും അങ്ങേക്ക് തിരികെ തരാൻ മേവാട് ഒരുക്കമാണ്. അതുകൊണ്ട് മേവാടിനെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അങ്ങയുടെ സേനയോട് ഗുജറാത്തിലേക്ക് മടങ്ങാനായി കൽപ്പന ചെയ്താലും എന്ന് മഹാറാണ വിക്രമാദിത്യ സിംഹൻ. മഹാറാണ വിക്രമാദിത്യ സിംഹൻ തികച്ചും ദുർബലനായ ഒരു ചക്രവർത്തി. താങ്കൾക്ക് മാണ്ഡുവിന് കീഴിലുള്ള എല്ലാ കോട്ടകളും മടക്കി നൽകാൻ തയ്യാറാണ്. സ്വീകരിച്ചാലും. നാം ആഗ്രഹിക്കുന്നത് മുഴുവൻ മേവാടുമാണ്. അപ്പോൾ ഇദ്ദേഹം നമുക്ക് മാണ്ഡുവിലെ കോട്ട തന്ന് മടങ്ങുവാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം തന്റെ സേനാനായകന്മാരെക്കാൾ കൂടുതൽ രാജകൊട്ടാരത്തിലെ ഗുസ്തിക്കാരെയാണ് വിശ്വസിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. രാജസദസ്സിൽ വെച്ച് വീരശൂരന്മാരായ സർദാർമാരെ അപമാനിക്കലാണ് റാണ വിക്രമാദിത്യന്റെ പതിവ് വിനോദം. ഇതിൽ ക്ഷുഭിതരായ ഒരു കൂട്ടം സർദാർമാർ അദ്ദേഹത്തിനെതിരെ പടപ്പുറപ്പാട് തുടങ്ങിയെന്ന് കേൾക്കുന്നു. കേട്ടത് ശരിയാണ്. നമ്മുടെ ചക്രവർത്തി ചിത്തോടിനെ കീഴടക്കാൻ സർദാർ മുഹമ്മദ് അസോറിയെ സൈന്യത്തോടൊപ്പം അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. മഹാറാണ സാംഗയുടെ മരുമകൻ നരസിംഹദേവനും ചന്ദേരിയിലെ രാജാവ് മോദിനീറായും നമ്മോടൊപ്പം ചേർന്ന് കഴിഞ്ഞു എന്ന് പോലും ആ പാവത്തിനറിയില്ല. സമയമായി. റാണാസംഘ കാരണം എനിക്ക് സംഭവിച്ച തോൽവിക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമായി. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ? ആരെങ്കിലും ചിത്തോടിനെ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നമ്മുടെ വിജയക്കൊടി പാറിക്കും. മഹാറാണ വിക്രമാദിത്യന്റെ കുറച്ച് സർദാർമാർ ചക്രവർത്തി ഹുമയൂണിനോട് സഹായം അഭ്യർത്ഥിച്ച് ദില്ലിയിലെത്തിയെന്ന് കേട്ടിരിക്കുന്നു. കൂടാതെ അദ്ദേഹം സഹായിക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ബഹദൂർ ഷായുടെ സന്ദേശം പിന്നീട് നടന്നതെന്തെന്ന് ഊഹിക്കാമല്ലോ. അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി വിക്രമാദിത്യൻ ഒളിച്ചോടി കോട്ടയിൽ കയറി ഒളിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ കോട്ടയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടാതെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ചക്രവർത്തി ബഹാദൂർ ഷായും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും ദിവസത്തെ കാര്യമേ ഉള്ളൂ. ചിത്തോട് നാം ഭരിക്കും. ചക്രവർത്തി ബഹദൂർ ഷാ നീണാൾ വാഴട്ടെ. മേവാടിന്റെ ദൂതൻ വന്നിട്ടുണ്ട്. മഹാറാണി കർണാവതിയുടെ സന്ദേശവുമായി. ദൂതനെ ഹാജരാക്കി. പറയൂ, എന്താണ് സന്ദേശം? രാജൻ, മേവാടിന്റെ രാജമാതാവ് മഹാറാണി കർണാവതി യുദ്ധം താൽക്കാലികമായി നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്താ, താൽക്കാലികമായി യുദ്ധം നിർത്തിവെക്കാനാണോ ആഗ്രഹിക്കുന്നത്? അതോ
സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാനോ? എന്നാൽ അറിയിച്ചേക്കൂ, ഇനിയും എന്തു നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അവർക്ക് യുദ്ധം ചെയ്യാനാവുകയുമില്ല. ഇനി എന്തു നടന്നാലും അത് എന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. എന്റെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കുമ്പോൾ മാത്രം യുദ്ധം അവസാനിപ്പിക്കും. നിങ്ങളുടെ രാജമാതാവിന്റെ സന്ദേശത്തിനുള്ള മറുപടി ഉടനെ തയ്യാറാക്കി നൽകും. അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ നിബന്ധനകളിൽ തീരുമാനമുണ്ടായിരിക്കണം. മറുപടി സന്ദേശം തയ്യാറാകുന്നതുവരെ ഈ ദൂതനെ പുറത്തു നിർത്തുക. നീ അറിഞ്ഞോ, നാം ഗുജറാത്തിലേക്ക് മടങ്ങുകയാണ്. ഇത്ര പെട്ടെന്നു? എന്താ പറ്റിയത്? എന്തു പറ്റാൻ, ചിത്തോട് മുഴുവനായി നമ്മുടെ ചക്രവർത്തി ബഹാദൂർ ഷായ്ക്ക് വീണ്ടും മടക്കി നൽകി. കൂടാതെ എണ്ണിയാലൊടുങ്ങാത്ത ആനകളെയും കുതിരകളെയും സമ്മാനിച്ചു. ഒപ്പം വളരെയധികം ധനവും. വാളെടുക്കാതെ തന്നെ ഇത്രയും കിട്ടിയെങ്കിൽ പിന്നെ എന്തു വേണം? എന്തായാലും ദില്ലി ചക്രവർത്തി ഹുമയൂൺ സന്തുഷ്ടനായിട്ടുണ്ടാകും. അതിനിടെ ചിത്തോറിലെ മഹാറാണി ഹുമയൂണിനെ രാഖി അയച്ചതായും കേൾക്കുന്നു. പുറമേ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ മതത്തിന്റെ കാര്യം വരുമ്പോ ഒരു മുഗൾ ചക്രവർത്തി മറ്റൊരു മുഗൾ ചക്രവർത്തിയോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ചിത്തോർ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥമാക്കേണ്ടത്. അതെ, എന്നാൽ അല്പ ദിവസത്തേക്ക് മാത്രം. നമ്മുടെ ചക്രവർത്തിയുടെ നോട്ടം ദില്ലിയാണ്. ഇന്ന് ഏതൊരു ഹുമയൂണിനെയാണോ ആലിംഗനം ചെയ്തുകൊണ്ട് സാഹോദര്യം കളിക്കുന്നത്, താമസിയാതെ അയാളുടെ കഴുത്തിൽ വാള് വീഴുന്നതാണ്. പിന്നെന്തിനാണ് ഈ കാത്തിരിപ്പ്? ഹുമയൂൺ ബലഹീനനാകുന്നതിനായി. ബൻവീർ, ബൻവീർ, ബൻവീർ ഇല്ലേ ഇവിടെ? ഓ, ഇതാര് വീരസിംഹനോ? കൂടെ ഇത് തേജ് സിംഗ്. ഇന്നെന്താ സൂര്യദേവൻ പടിഞ്ഞാറുദിച്ചോ? മേവാടിലെ വീരന്മാരായ സർദാർമാർ ഇവിടെ? ബൻവീർ വന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്. ഇരുന്നാലും എന്താണ് വിശേഷം? വളച്ചു കെട്ടില്ലാതെ തെളിച്ചു പറയാം. പറഞ്ഞു കൊടുക്കൂ തേജ് സിംഗ്. ബൻവീർ, മേവാടിന് നിങ്ങളെ ആവശ്യമുണ്ട്. ബൻവീറിന് ആവശ്യമോ? മേവാടിനോ? മഹാരാജാവ് പൃഥ്വിരാജിന്റെ മകന് മേവാടിന് മേൽ തീർച്ചയായും അവകാശമുണ്ട്. ആരെയാണോ മുള്ളെന്ന് കരുതി ഇത്രയും കാലം നിങ്ങൾ ദൂരെ നിർത്തിയത്? അതേ മുള്ളിന്റെ ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി? മുള്ളുകൊണ്ടാണ് മുള്ളിനെ എടുക്കുന്നത് ബൻവീർ. കടങ്കഥ പറിച്ചു നിർത്തിയാലും വിഷയത്തിലേക്ക് വരൂ. ഏത് മുള്ളിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? റാണ വിക്രമാദിത്യൻ. റാണ വിക്രമാദിത്യനോ? അതെ, ചിത്തോടിലെ രാജസിംഹാസനത്തിന് യോജിച്ച ഒരാളെയല്ല അദ്ദേഹം. തുടക്കം മുതലേ സർദാർമാരെയും മേവാടിലെ ജനങ്ങളെയും പരിഹസിക്കുന്നത് തന്റെ അവകാശമാണെന്ന് അദ്ദേഹം കരുതുന്നു. ഞങ്ങൾ രജപുത്രരാണ്, അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പ്രാണൻ ത്യജിക്കുന്ന പോരാളികൾ. ബൻവീറിന് അറിയില്ലേ, കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ രാജാവ് മേവാടിനെ ആക്രമിച്ചിരുന്നത്? രാജമാതാവ് കർണാവതി മാൾഡായിലെ കോട്ടകൾ നൽകിയാണ് ചിത്തോഗഡിനെയും രാജാവിനെയും രക്ഷിച്ചത്. എന്നിട്ടെന്തായി? രാജാവ് ഞങ്ങൾ സർദാർമാരോടുള്ള അപമാനം തുടർന്നു. പിന്നീട് ബഹദൂർ ഷായുടെ ആക്രമണമുണ്ടായപ്പോൾ അവർക്ക് വീണ്ടും ഞങ്ങളുടെ സേവനം വേണ്ടി വന്നു. അന്ന് മഹാറാണി സർദാർമാരെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു. ഒപ്പം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കഴിവില്ലാത്ത വിക്രമാദിത്യ രാജാവിനോടുള്ള വെറുപ്പും ദേഷ്യവും മാറിയും കാണും. എനിക്കെല്ലാം അറിയാം. ചിത്തോട് കോട്ടയിലെ സർദാർമാർ വാളുയർത്താൻ ജീവനുള്ളിടത്തോളം ചിത്തോടിനെ കൈവശപ്പെടുത്താൻ മുഗളന്മാരെ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചു. അല്ലേ വീരസിംഹൻ? അതെ, അതിനുശേഷം സംഭവിച്ചത് ലോകം കണ്ടു. എല്ലാ ജാഗീർദാർമാരും സർദാർമാരും ഒറ്റക്കെട്ടായി. സോൻകാരാമാല, രാവത് ബാഗ് സിംഹൻ, അങ്ങനെ എത്രയോ പേർ. മഹാറാണ വിക്രമാദിത്യനെ വേഷം മാറ്റി ബുന്ദിയിലേക്ക് അയച്ചതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു, അല്ലേ? വേണ്ടി വന്നു. അതിനുശേഷം യുദ്ധം തുടങ്ങി. മേവാടിലെ രജപുത്ര സൈനികരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ബഹാദൂർ ഷേക്ക് തോന്നിയപ്പോൾ
അയാൾ കോട്ടയുടെ നീണ്ട മതിലിനു താഴെ ഒരു തുരങ്കമുണ്ടാക്കി വെടിമരുന്നുകൊണ്ട് അതിനെ പൊളിച്ച് കോട്ടക്കുള്ളിൽ പ്രവേശിച്ചു. ഈ യുദ്ധത്തിൽ 30,000-ലധികം രജപുത്ര സൈനികർ വീരമൃത്യു പ്രാപിച്ചു. റാണ വിക്രമാദിത്യ സിംഹന്റെ മാതാവ് മഹാറാണി കർണാവതി ഉൾപ്പെടെ 13,000-ലധികം രജപുത്ര സ്ത്രീകൾ സതിയനുഷ്ഠിച്ചു. എങ്കിലും അതിനുശേഷം ദില്ലി കീഴടക്കാനായി ബഹദൂർ ഷാ ഹുമയൂണിനോട് ഏറ്റുമുട്ടുകയും ചിത്തോടിൽ നിന്ന് ശ്രദ്ധ മാറുകയും ചെയ്തു. ഞങ്ങൾ ചിത്തോടിന്റെ അഭിമാനത്തിനു വേണ്ടി വിക്രമാദിത്യനെ രാജാവാക്കി. എന്നാൽ ഇനിയും കൂടുതൽ അപമാനം സഹിക്കാൻ ഞങ്ങൾക്കാവില്ല. അപമാനമോ? അപ്പോൾ അപമാനിച്ചവന് സിംഹാസനത്തിൽ നിന്നിറക്കാനുള്ള ഉദ്ദേശവുമായിട്ടാണോ വന്നിരിക്കുന്നത്? അതുമാത്രമല്ല, നിങ്ങളുടെ പുത്രന് അവന്റെ അവകാശം കൊടുക്കാൻ കൂടിയാണ് വന്നത്. ഞങ്ങൾ അവന് രാജസിംഹാസനം കൊടുക്കാനാണ് വന്നത്. രാജസിംഹാസനമോ? മേവാടിന്റെ രാജസിംഹാസനം. ഏതൊരു ബൻവീറാണോ ചിത്തോടിലെ രാജസദസ്സിന്റെ വാതിൽപ്പടി ഒരിക്കലും കാണാത്തത്, ആ ബൻവീറിന്റെ കയ്യിൽ താങ്കൾ രാജദണ്ഡ് ഏൽപ്പിക്കുമോ? അതെ. കൂടാതെ താങ്കൾ മേവാടിന്റെ ശത്രുക്കളെ നശിപ്പിക്കാനായി യുദ്ധം നിയന്ത്രിക്കുമ്പോൾ മേവാടിന്റെ പതാക വഹിക്കുന്ന എല്ലാ സർദാർമാരും താങ്കളുടെ ഓരോ നിർദ്ദേശവും ശിരസാ വഹിക്കും. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം മേവാടിന്റെ മഹാവീരനായ പൃഥ്വിരാജിന്റെ അനന്തരാവകാശത്തിൽ എനിക്കും അവകാശമുണ്ടെന്ന് താങ്കൾ സമ്മതിക്കുകയാണ് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. അമ്മ, ഇത് കേട്ടോ നിങ്ങൾ? ഞാൻ എന്റെ പിതാവ് മഹാറാണ പൃഥ്വിരാജിന്റെ അഭിമാനത്തിന്റെ അവകാശിയാണെന്ന് ഇവർ സമ്മതിക്കുന്നു. എന്റെ പിതാവ് മഹാറാണ പൃഥ്വിരാജിന്റെ അഭിമാനത്തിന്റെ അവകാശി. ഇനി നിങ്ങൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ലമ്മേ. ദുഃഖമോ? ഇല്ല ഇല്ല മകനെ. എന്റെ വയറ്റിൽ പിറന്നതുകൊണ്ട് നിനക്കുണ്ടായ കളങ്കം ഇതാ ഇല്ലാതാവുന്നു. പിന്നെന്ത് ദുഃഖം? മേവാടിന്റെ ശ്രേഷ്ഠരായ ഈ സർദാർ നിന്നെ രാജതിലകം അണിയിക്കാൻ ആഗ്രഹിക്കുന്നു. രാജതിലകം? എന്റെ നെറ്റിയിൽ രാജതിലകം ചേരുമോ അമ്മേ? നിങ്ങളെ സിംഹാസനത്തിൽ ഇരുത്താനായി ഞങ്ങൾക്ക് രാവും പകലും അധ്വാനിക്കേണ്ടി വരും. ശത്രുക്കൾ ദുർബലരല്ല. ശത്രുവോ? എനിക്ക് ശത്രുക്കളായി ആരുമില്ല സർദാർ ശ്രേഷ്ഠ. വിക്രമാദിത്യനെ അനുകൂലിക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ ശത്രു. അങ്ങനെയാണെങ്കിൽ ഭാവിയിലെ സ്വന്തം രാജാവിന്റെ തടസ്സമില്ലാത്ത ഭരണത്തിനായി നിങ്ങൾ ആ ശത്രുക്കളെ നശിപ്പിക്കുക. പക്ഷേ ഒന്നോർക്കുക, മേവാടിന്റെ സിംഹാസനം നിങ്ങളുടേതല്ല, എന്റെയാണ്. മേവാടിന്റെ സിംഹാസനം ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ താങ്കളുടേതാണ്. രാജതിലകത്തിന്റെ ഏർപ്പാടുകൾ ഞങ്ങൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് നാം നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. അനുമതി നൽകിയാൽ. ബൻവീറെ, എന്താണമ്മേ? സ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിലാണ് ഇവർ നിന്നെ സിംഹാസനത്തിൽ ഇരുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വാസ്തവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ പുത്രൻ അത്ര മണ്ടനല്ലമ്മേ. ഇവർ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം ഏത് മുള്ളുകൊണ്ടാണ് മുള്ളിനെ എടുക്കുന്നത് അതിനെ കാര്യം കഴിയുമ്പോൾ എറിഞ്ഞു കളയുകയും ചെയ്യും. അമ്മ വിഷമിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സ്വർഗത്തിൽ നിന്ന് ഇന്ന് നിന്റെ പിതാവ് അനുഗ്രഹം ചൊരിയുന്നുണ്ടാവും. സ്വന്തം പിതാവിനോട് ചെയ്ത അന്യായത്തിന് പ്രതികാരം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. നിന്റെ കൈകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിക്കും. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം? മേവാടിന്റെ പ്രതാപം, ആ പ്രതാപത്തിന്റെ ഉയർച്ച. മേവാടിന്റെ കീർത്തിസൂര്യൻ അസ്തമിച്ചിട്ടില്ലമ്മേ. പക്ഷേ മുഗളന്മാരുടെ ദയയാകുന്ന കളങ്കം അതിനെ മറച്ചിരിക്കുകയാണ്. ഓർമ്മയുണ്ടാവണം, മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ ദയയിലാണ് മേവാട് കഴിയുന്നത്. ഇതിൽ എന്തന്തസ്സാണുള്ളത്? റാണ വിക്രമാദിത്യനെ നോക്ക്. ഒരു ചെറിയ കാറ്റ് മതി, അവൻ പറന്നു പോകും. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ മേവാടിലെ സർദാർമാർക്ക് അവനെ സിംഹാസനത്തിൽ നിന്നിറക്കുന്നത് സങ്കല്പിക്കാനുള്ള ധൈര്യമുണ്ടാവില്ലായിരുന്നു. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശക്തിയുള്ളവനെ സിംഹാസനത്തെ ശോഭിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വിക്രമാദിത്യൻ ദുർബലനും കഴിവില്ലാത്തവനും ഭീരുവുമാണ്. അവനെ സിംഹാസനത്തിൽ നിന്ന്
ലോകത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ള ശക്തി എന്താ എന്റെ മകൻ ബൻവീറിന്റെ കൈകൾക്കില്ലേ? ഉണ്ടമ്മേ, ഉണ്ട്. സമയമാഗതമായിരിക്കുന്നു. എനിക്കുടനെ ചിത്തോർ കോട്ടയിൽ എത്തേണ്ടതുണ്ട്. നോക്കിക്കോമ്മേ, ശരിക്കും ഞാൻ മഹാരാജാവാകും. ആഗ്രഹിച്ചോ, ദാനം പ്രതീക്ഷിച്ചോ, ഞാൻ ആരുടെയും കളിപ്പാട്ടമാകും. എന്റെ മഹാനായ പിതാവേ, അങ്ങയുടെ ഈ പുത്രൻ ചിത്തോട് കോട്ടയിലെ മഹാരാജാവാകാൻ പോവുകയാണ്. അനുഗ്രഹിച്ചാൽ രാജമാതാവേ, അവിടുന്ന് സ്വന്തം മകനെ അനുഗ്രഹിക്കുക. മഹാരാജൻ, എന്താണ് ഈ വൈകിയ രാത്രിയിൽ? എന്താണ് ഈ ബഹളം? വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതായി തോന്നുന്നു. ആരോ ഇങ്ങോട്ട് വരുന്നതായി തോന്നുന്നു. ഒരുപക്ഷെ സർദാർ ബൻവീറാകുമോ? ബൻവീർ എത്ര വലിയ വീരനാണെന്ന് കാണാനുള്ള അവസരം കിട്ടുമല്ലോ. നിനക്ക് ആ അവസരം ഇതാ കിട്ടിയിരിക്കുന്നു. ബൻവീർ! ഭീരുവോ? അല്ലാതെന്ത്? സ്വന്തം മാതാവിന്റെ സാരിത്തുമ്പിൽ ഒളിച്ച് ജീവൻ രക്ഷിച്ച് നടക്കുകയായിരുന്നില്ലേ നീ ഇതുവരെ? ഇപ്പോഴതുമില്ല. ഇന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ ആര് വരുമെന്ന് നോക്കട്ടെ. വാൾ വീശാൻ നിനക്കറിയുമോ? ബൻവീർ! എന്നാൽ പിന്നെ തയ്യാറായിക്കൊള്ളുക. ഏത് സർദാർമാരുടെ പ്രേരണയാലാണോ നീ ഈ രാത്രിയിൽ എന്നെ കൊല്ലാൻ വന്നത്? അവർ നാളെ പ്രഭാതത്തിൽ നിന്റെ മൃതദേഹത്തിൽ കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും. ഞാൻ ആരുടെയും പ്രേരണയിലല്ല ഇവിടെ വന്നത്. എന്റെ അമ്മയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ, എന്നെ നിന്ദിച്ചതിനുള്ള പ്രതികാരം ചെയ്യാൻ. എന്റെ പിതാവിനെ ഏതു സിംഹാസനത്തിൽ നിന്നാണോ അകറ്റി നിർത്തിയത് അതിന്മേൽ അധികാരം സ്ഥാപിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. ദാസീപുത്രനും രാജസിംഹാസനവും. എന്നാൽ ഇതാ പിടിച്ചോ. ബൻവീറെ, നിനക്കും മുറിവേറ്റിരിക്കുന്നു. ലജ്ജയില്ലാത്ത ഭീരുവായ രാജാവേ, നീ പ്രാണൻ വെടിയാൻ പോകുന്നവനാണ്. അതിനു മുൻപ് ഒരു പ്രാവശ്യം കണ്ണു തുറന്നൊന്ന് കണ്ടോ മേവാടിന്റെ ഭാവി മഹാറാണ ബൻവീർ സിംഹനെ. ഇന്നു മുതൽ ഈ മേവാടിന്റെ സിംഹാസനം എന്റേതാണ്. മേവാടിന്റെ ഭാവി രാജാവ്, ദാസീപുത്രൻ. എന്റെ മരണശേഷം മേവാടിന്റെ സിംഹാസനം നിനക്കുള്ളതല്ല, എന്റെ ഇളയ സഹോദരനുള്ളതായിരിക്കും. മഹാറാണ സാങ്കയുടെ ഏറ്റവും ഇളയ പുത്രൻ ഉദയസിംഹനുള്ളതായിരിക്കും. ഉദയസിംഹനോ? ആ ബാലനോ? അവനും രക്ഷപ്പെടാൻ പോകുന്നില്ല. പുഴുവിനെ പോലെ കശക്കി കശക്കി കൊല്ലും ഞാനവനെ. കുമാര, ഇങ്ങോട്ട് വരൂ. ചന്ദൻ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഷോ, ഈ ചന്ദൻ കളിക്കാൻ വിളിച്ചാലും വരില്ല, പറഞ്ഞാലും കേൾക്കില്ല. ആയമ്മേ, ആയമ്മേ. എന്തു പറ്റി കുമാര? ചന്ദൻ നമ്മോടൊപ്പം കളിക്കുന്നില്ല. ആണോ? ചന്ദൻ, കുമാരനോട് ക്ഷമ ചോദിക്കേ. അമ്മേ, അമ്മ എന്റെ സ്വന്തം അമ്മയാണ്. എന്നാൽ എപ്പോഴും ഉദയകുമാരന്റെ പക്ഷം പിടിക്കുന്നു. കുമാരൻ എന്നെ തള്ളി താഴെയിട്ടു. കണ്ടോ, മുറിയുകയും ചെയ്തു. അയ്യോ. കുമാരനാണെങ്കിൽ വളർന്നു വലുതായിട്ട് എന്നെ അംഗരക്ഷകനാക്കുമെന്നാണ് പറയുന്നത്. ഓഹോ, എനിക്ക് വേണ്ടി ഈ കളി. എന്റെ കുട്ടിയെ ഇപ്പോൾ തന്നെ സ്വന്തം അംഗരക്ഷകനാക്കാൻ ഞാൻ കുമാരനോട് പറയാം. കുമാര, ചന്ദനെ താങ്കൾ സ്വന്തം അംഗരക്ഷകനാക്കണം. ഞാൻ അവനെ നല്ലവണ്ണം ഭക്ഷണം കഴിപ്പിച്ച് ആനയെപ്പോലെ വലുതാക്കും. അപ്പോൾ അവൻ ഒരിക്കലും ആര് തള്ളിയാലും വീഴുകയില്ല. ആയമ്മ പറയുകയാണെങ്കിൽ
നിന്നെ എന്റെ അംഗരക്ഷകനാക്കാം. നോക്കൂ നോക്കൂ, ഇപ്പോ ചീവീട് പോലും തളർന്നുറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നുറങ്ങണം. എന്താ? ബൻവീർ റാണ വിക്രമാദിത്യനെ വധിച്ചു. അയാള് ചിത്തോടിന്റെ രാജാവാക്കാനുള്ള വിളംബരവും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ കുമാരൻ ഉദയസിംഹനെ വധിക്കാനായി ഇങ്ങോട്ട് വരികയാണ്. എന്ത്? ബൻവീറിന് എങ്ങനെയാണ് കുട്ടിയെ വധിക്കാൻ തോന്നുന്നത്? ആർക്കാണോ സിംഹാസനത്തോട് അത്യാഗ്രഹം ഉണ്ടാകുന്നത് അവൻ എന്തും ചെയ്യും, എന്തും ചെയ്യും. അയാൾ കുമാരനെ വധിച്ചാൽ റാണ സാങ്കയുടെ വംശം വേരറ്റു പോകും. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. സേവക, മഹാറാണ സാങ്കയുടെ പുത്രനെ രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? പ്രാണൻ കൊടുക്കാൻ കഴിയും പന്ന, പ്രാണൻ കൊടുക്കാൻ കഴിയും. നിങ്ങളും രാജമാതാവിന് വാക്കുകൊടുത്തിരുന്നു ഇദ്ദേഹത്തെ രക്ഷിക്കുമെന്ന്, അല്ലേ? അതെ, റാണ വിക്രമാദിത്യനെ രക്ഷിക്കാനായില്ല. കുമാരൻ ഉദയനെ രക്ഷിച്ചേ തീരൂ, പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും. പ്രാണൻ കൊടുക്കാൻ എളുപ്പമാണ് പന്ന, പക്ഷേ കുമാരനെ എങ്ങനെ രക്ഷിക്കും? ആയമ്മേ, 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 എന്തിനാണ് കരയുന്നത്? ഇനി ഒരിക്കലും ഞാൻ ചന്ദനെ തള്ളി വീഴ്ത്തുകയില്ല. ഉദയ്, എന്റെ ഉദയ്. അമ്മ കരയാതെ. കുമാരൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ അംഗരക്ഷകനല്ല റാണയാക്കാമെന്ന്. എന്റെ അംഗരക്ഷകനാകാമെന്ന് കുമാരൻ പറഞ്ഞു. ഇതേതായാലും നല്ല കാര്യമായി. നോക്കട്ടെ, ചന്ദൻ രാജാവായി എങ്ങനെ കാണപ്പെടുന്നു എന്ന് നോക്കട്ടെ. കുമാര, പറയൂ ആയമ്മേ. കുമാര, ചന്ദനെ അങ്ങ് സ്വന്തം വസ്ത്രം ധരിപ്പിച്ചാലും, കൂടാതെ ചന്ദൻ നീ നിന്റെ വസ്ത്രം കുമാരനെ ധരിപ്പിക്കൂ. ചന്ദൻ. എന്താ അമ്മേ? കുമാരന്റെ ചെറിയ വാൾ കൂടി എടുത്തോളൂ. ആ, ശരി ശരി. ഇന്ന് ചന്ദൻ റാണയാകും, ഞാൻ ചന്ദനും. അപ്പോൾ ചന്ദൻ ആയമ്മ എന്ന് താങ്കളെ വിളിക്കും, ഞാൻ അമ്മ എന്നും വിളിക്കും. നോക്കൂ, ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഇത് അവസാനത്തെ കളിയായിരിക്കും. അതിനുശേഷം ഉറങ്ങിക്കൊള്ളണം, കേട്ടോ? ഇന്ന് രാത്രി ചന്ദൻ ഉദയസിംഹനാകും, ഞാൻ ചന്ദനും. അതെ, ചന്ദൻ ഉദയസിംഹനാണ്, ഉദയസിംഹൻ ചന്ദനും. ഉദയസിംഹൻ നല്ല ചന്ദനാകുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ എന്നേക്കും എന്റെ മകനാക്കേണ്ടി വരും. ചന്ദൻ. ഇല്ലമ്മേ, നിങ്ങൾ എന്റെ അമ്മയാണ്, ഞാൻ ഉദയസിംഹനാകില്ല. ഞാൻ തമാശ പറഞ്ഞതല്ലേ മോനെ. എന്റെ മകൻ നീ തന്നെയാണ്. കുമാരനും എന്റെ മകനാണ്. അദ്ദേഹവും എന്റെ പാൽ കുടിച്ചിട്ടുണ്ട്, നിന്നെ പോലെ. ആ, അതെ, അത് ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്. രണ്ടുപേരും എന്റെ മക്കളുമാണ്. ശരി ശരി, ഇനി പെട്ടെന്ന് നിങ്ങൾ വസ്ത്രം ധരിക്കുക, പരസ്പരം മാറുക. ഇത് കളിയാണ് ചന്ദൻ, അല്ലേ ആയമ്മേ? അതെ അതെ മകനെ, ജീവിതത്തിന്റെ വിചിത്രമായ കളി. സേവക, പറയൂ പന്ന, എന്താണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് നീ ചെയ്യാൻ പോകുന്നതെങ്കിൽ സമയമില്ല സേവക, ഒരു പ്രാവശ്യത്തേക്ക് മാത്രം. മകനെ ചന്ദൻ. അമ്മേ, ഇപ്പോൾ എന്തിനാണ് കരയുന്നത് അമ്മേ? അമ്മയെന്നല്ല, ആയമ്മ എന്ന് പറ. ഇപ്പോൾ ഞാനാണ് ചന്ദൻ, നീ റാണ ഉദയസിംഹനും. അതെ അതെ മകനെ. സേവക, ഭാര്യ തിരിച്ചറിയാമോ എന്ന് നോക്ക്. മഹാറാണി കർണാവതിയുടെയും മഹാറാണ സാങ്കയുടെയും മകനേത്, എന്റെ മകനേത് എന്ന്. ഞാനാണ് റാണ ഉദയസിംഹൻ. ഞാൻ ചന്ദൻ. നിങ്ങൾ റാണയാണ്, നിങ്ങൾ ചന്ദനും. എനിക്ക് തിരിച്ചറിയാനേ കഴിയുന്നില്ല. രസമുണ്ട് ഈ കളി. കളിയോ? കളി ഇതുവരെ തുടങ്ങിയില്ല മകനെ. എന്താ?
കൂടുതൽ രസം തോന്നുമോ? പിന്നല്ലാതെ ഇനിയും ഒരുപാടുണ്ട്. ചന്ദൻ അല്ലല്ല റാണ, പറയൂ. രാജാവേ, ഈ കളിയിൽ ഇനിയും രസം തോന്നും. ഇനിയും എന്ത് രസം തോന്നാനാണ് ആയമ്മേ? കരയുകയാണോ ആയമ്മേ? ഈ കളി തന്നെ അത്തരത്തിലുള്ളതാണ്. കാണുന്നവന് കരയേണ്ടി വരും. എന്തിന്? ഇതാണ് ഈ കളിയുടെ നിയമം. ഉറച്ചു കരഞ്ഞാൽ പോരെ? പോരെ മകനെ. സേവക, പറഞ്ഞാലും അടുത്ത മുറിയിൽ ഒരു വലിയ കൂട്ടയുണ്ട്. അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വാ. ചെല്ല്. ശരി പന്ന. കൂട്ട കൊണ്ട് എന്തു ചെയ്യാൻ? ഈ കളിയിൽ അങ്ങനെയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉദയകുമാരാ. ആയമ്മേ, ഇവൻ വീണ്ടും വീണ്ടും ഞാൻ ചന്ദനാണെന്ന് മറന്നു പോകുന്നു. ഓ ശരി ശരി കുമാര, നിങ്ങൾ തന്നെയാണ് ചന്ദൻ. ശരി, ഈ കളിയിൽ ആരാണ് ഉദയ്? ഞാൻ. ശരി, അവൻ ആ ഭിത്തിയുടെ നേർക്ക് കണ്ണടച്ച് നിൽക്കണം. നിന്നു. ഈ കളിയിലെ ചന്ദൻ ഇവിടെ എന്റെ അടുത്ത് വന്ന് നിൽക്കണം. ഞാൻ വന്നു അമ്മേ. സേവകൻ കൂട്ടയുമായി ഇവിടെ വന്ന ഉടനെ കുമാരൻ അതിനകത്ത് ചുരുണ്ടിരിക്കണം, കേട്ടോ? ആ ശരി, ഇരിക്കാം. അങ്ങനെയല്ലേ അമ്മ? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? പറഞ്ഞില്ലേ, കളിയുടെ നിയമമാണ്. അതില്ലെങ്കിൽ ഈ കളി വെറുതെയാകും. ആയമ്മേ, കരച്ചിലില്ലാത്ത കളി കളിച്ചുകൂടെ? നിങ്ങൾ കരയുന്നത് കണ്ട് എനിക്കും കരച്ചിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. കൂട്ടയെത്തി. കുമാര, ഈ കൂട്ടയിൽ ഇരുന്നോളൂ, ചുരുണ്ടിരുന്നോളൂ. ശരി. അങ്ങനെയല്ലേ അമ്മേ? അതെ അതെ അതെ, അങ്ങനെ തന്നെ. എന്റെ മകൻ ചുരുണ്ടുകൂടി. ഇനി അല്പം നന്നായി ഒളിപ്പിക്കാം. അമ്മേ, എന്നെ കാണാമോ? ഇല്ല ഇല്ല, ഒട്ടുമില്ല. ഇനി മറ്റൊരു നിയമം ഓർക്കണം, കേട്ടോ? കൂട്ടയിൽ മിണ്ടാതെ ഇരിക്കണം. ആര് വിളിച്ചാലും വിളി കേൾക്കരുത്. ഇതിൽ കുമാരൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോഴും മിണ്ടരുത്, കേട്ടോ? പിന്നെ ഒരു പ്രാവശ്യം പോലും ചിരിക്കരുത്. കുമാര എഴുന്നേൽക്കൂ എന്ന് സേവകൻ പറയുമ്പോൾ മാത്രം എഴുന്നേൽക്കണം, കേട്ടോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറയണം. അല്ലെങ്കിൽ കളി ഇടക്ക് വെച്ച് തീർന്നു പോകും. മനസ്സിലായോ? ശരിയായമ്മേ. ഭാര്യ, കൂട്ടയുടെ വായ ഇലകൾ കൊണ്ടടക്കണം. ശരി പന്ന. നദി കടന്ന് പാറപ്രദേശത്ത് എന്നെ കാത്തു നിൽക്കുക. പോകൂ. മേവാടിന്റെ ഭാവി ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ്. കുമാരനെ കിട്ടിയില്ലെങ്കിൽ ബൻവീർ നിങ്ങളെ... ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോകൂ. മാതാവ് ഭവാനി നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം അമ്മേ? മകനെ, എന്റെ അടുത്തേക്ക് വരൂ. കുമാരൻ എങ്ങോട്ട് പോയി? നീയാണ് കുമാരൻ, ഓർമ്മയില്ലേ? വാസ്തവത്തിൽ ഈ രാത്രി ഞാൻ റാണ ഉദയസിംഹനാണോ? അല്ലാതെ ആരാണ്? നോക്കൂ മകനെ, രാത്രി വളരെ വൈകി. കുമാരന്റെ തൊട്ടിലിൽ ഉറക്കാം. കുമാരന്റെ തൊട്ടിലില്ലോ? ഉറക്ക പാട്ടുകൂടി കേൾപ്പിക്കാമോ? കുമാരനെ കേൾപ്പിക്കുന്നത് പോലെ കേൾപ്പിക്കാം. ഇന്ന് റാണ ഉദയസിംഹനായ സ്ഥിതിക്ക് കേൾപ്പിച്ചല്ലേ പറ്റൂ. അമ്മേ, നിങ്ങൾ കരയുകയാണ്. പേടിക്കുമ്പോൾ ഞാൻ കരയുന്നത് പോലെയാണ് നിങ്ങൾ കരയുന്നത്. ഇന്ന് എനിക്ക് ഭയം തോന്നുന്നു മകനെ. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? കാരണം ഈ കളിയിൽ ഒരു രാക്ഷസനും കൂടിയുണ്ട്. അവൻ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വരും. രാക്ഷസനോ? അതെ, രാക്ഷസൻ. എന്നാൽ അവനെ ഭയപ്പെട്ടാൽ കളി അവസാനിച്ചു പോകും.
ഞാനെന്തിനു ഭയക്കണം? കളിയല്ലേ? അതെ അതെ മകനെ, എന്റെ മകൻ രാക്ഷസനോട് പറയണം ഞാനാണ് ഉദയസിംഹനെന്ന്. അങ്ങനെ പറഞ്ഞാൽ അവൻ ഭയന്ന് ഓടിപ്പോകും. നീ ജയിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ പറയും. ഞാനാണ് റാണ ഉദയസിംഹൻ, ഞാനാണ് റാണ ഉദയസിംഹൻ. രാക്ഷസൻ വന്നു അമ്മേ. വന്നു മകനെ. നീ ഓർക്കണം, നീ റാണ ഉദയസിംഹനാണ്. പുതച്ചുറങ്ങിക്കോളൂ. രാക്ഷസൻ വന്നു അമ്മേ. വന്നു മകനെ. നീ ഓർക്കണം, നീ റാണ ഉദയസിംഹനാണ്. പുതച്ചുറങ്ങിക്കോളൂ. ഉദയനെവിടെ? നിങ്ങൾ ആരാണ്? ദാസി, നീ എന്നെ അറിയില്ലേ? ഞാനാണ് ബൻവീർ. ഇത് റാണയുടെ ശയനമുറിയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? മാത്രമല്ല, കുമാരൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റാണയോ? മഹാറാണ വിക്രമാദിത്യന്റെ അഭാവത്തിൽ കുമാരൻ ഉദയസിംഹനാണ് മേവാടിന്റെ രാജാവ്. വിക്രമാദിത്യൻ ഇപ്പോൾ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് അകന്നുപോയിരിക്കുന്നു. ഞാനാണ് ഇന്നു മുതൽ മേവാടിന്റെ രാജാവ്. അതെയോ? താങ്കളാണോ മേവാടിന്റെ രാജാവ്? താങ്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരപേക്ഷയുണ്ട്. ദയവായി മുറിയിൽ നിന്ന് പുറത്തു പോകുക. മയക്കമാണ് കുമാരന്റേത്, പൂച്ചയുറക്കം. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഉറക്കിയത് തന്നെ. നിങ്ങൾ പന്നല്ലേ? അതെ. വിഷമിക്കണ്ട. ഇനിയും ഉദയനെ ഉറക്കാൻ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഉണ്ടായില്ല. എവിടെ നിങ്ങളുടെ റാണ ഉദയസിംഹൻ? അവിടെ ഉറങ്ങുകയാണ്. ഏയ്, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? ഉദയ റാണ സാങ്കയുടെ വംശത്തിലെ അവസാനത്തെ വിളക്കാണ്. ഇതണഞ്ഞാൽ മാത്രമേ എന്റെ സിംഹാസനം അനിഷേധ്യമാകൂ. ഹരിത്, ഹരിത്! താങ്കൾ ഇവനെ കൊല്ലരുത്. ഞാൻ ഇവനെ എടുത്ത് മേവാടിന് പുറത്തേക്ക് പോവുകയാണ്. അവൻ ആരാണെന്ന് ഒരിക്കലും ഞാൻ അവനോട് പറയുക പോലുമില്ല. അവന്റെ മുൻപാകെ മേവാടിന്റെ പേര് പോലും ഞാൻ പറയില്ല. അങ്ങേക്ക് സിംഹാസനം വേണമായിരുന്നു, അങ്ങ് എടുത്തു. ഈ കുട്ടിയോട് അങ്ങേക്ക് എന്തിനാണ് ഇത്ര ഭയം? കുട്ടിയായിരുന്നപ്പോൾ എന്റെ അമ്മയും എന്നെ ചിറ്റോടിൽ നിന്ന് വളരെ ദൂരെ കൊണ്ടുപോയിരുന്നു. എന്നാൽ നോക്ക്, ഞാൻ മടങ്ങി വന്നു. നാളെ ഇവനും മടങ്ങി വരും, സിംഹാസനത്തിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് പറ്റിയത് ഇവനുണ്ടാകില്ല. ഇവനെ ഈ ചിറ്റോട് ഉപേക്ഷിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലും കുമാരനെ കാരാഗ്രഹത്തിൽ അടച്ചേക്കുക, എന്നേക്കുമായി. ഞാനത് ആലോചിച്ചതായിരുന്നു. എന്നാൽ ആ ചിന്ത ഞാൻ മാറ്റി. വിക്രമാദിത്യ ഭരണത്തിൽ വിഷമിച്ച് മേവാടിലെ ജനങ്ങൾ എന്നെ സിംഹാസനത്തിലിരുത്തുകയാണ്. ചിലപ്പോൾ ഒരു ദിവസം എന്നെ മാറ്റി അവനെ സിംഹാസനത്തിലിരുത്താനുള്ള ഗൂഢാലോചനയും അവർ നടത്തും. അങ്ങനെയൊരു സാധ്യതയെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, താങ്കളുടെ ഇഷ്ടം. നീ ഒരു ദാസിയാണെന്ന് തെളിയിച്ചു. നീ എന്റെ കാലിൽ വീഴും, എന്നോട് അപേക്ഷിക്കും, സ്നേഹത്തിനായി അഭ്യർത്ഥിക്കും, ഉദയന്റെയും എന്റെയും ഇടയിൽ കയറി നിൽക്കും എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ നീ ദൂരെ തന്നെ നിന്നു. ഉദയന്റെ വളർത്തമ്മയാണല്ലോ. കേട്ടിട്ടുണ്ട്, ജനിച്ചപ്പോൾ മുതൽ നീ അവനെ മുലയൂട്ടി എന്ന്. എന്നാൽ ദാസി ദാസി തന്നെയെന്ന് തെളിഞ്ഞു. സ്വന്തം സന്താനമായിരുന്നെങ്കിൽ എന്താ ഇപ്രകാരം പോയി ദൂരെ നിൽക്കുമായിരുന്നു? ഉറങ്ങി ഉറങ്ങി എന്നേക്കുമായി ഉറങ്ങി നിന്റെ ഈ കുമാരൻ ഉദയസിംഹൻ.
റാണ, എന്താ സർദാർ ജഗ്മൽ, എന്താണിത്ര ആവേശം? എന്താ, എന്തു പറ്റി? പന്ന ചിത്തോടിലുണ്ട്. പന്ന? ആ ഉദയന്റെ വളർത്തുന്ന പന്ന? അതിനെന്താ? 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഉദയസിംഹൻ ജീവിച്ചിരിപ്പുണ്ട്. എന്താ എന്താ പറഞ്ഞത്? അതെ, ഇത് ശരിയായ വിവരമാണ്. എന്താ പറഞ്ഞത്? ഉദയസിംഹൻ ജീവിച്ചിരിപ്പുണ്ടെന്നോ? കഴിഞ്ഞ 4 വർഷത്തിൽ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയതേയില്ല. എന്റെ കൈകൊണ്ട് ഞാൻ കൊന്നവൻ ജീവനോടെ രക്ഷപ്പെട്ടെന്നു. അതും ഉദയസിംഹൻ? പന്ന നഗരത്തിലെ ജനങ്ങളോടും സർദാർമാരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താങ്കൾ വധിച്ചത് ഉദയസിംഹനെ അല്ല, അത് വളർത്തമ്മ പന്നായുടെ സ്വന്തം മകൻ ചന്ദനായിരുന്നു. ഉദയസിംഹൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വധിക്കുക. ആ പന്നായെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുക. മഹാരാജൻ, എന്താണ് ജഗ്മൽ? സർദാർമാർ കാരാഗൃഹത്തിന്റെ വാതിൽ പൊളിച്ച് പന്നായെ മോചിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ഇങ്ങോട്ട് വരികയാണ്, താങ്കളെ ആക്രമിക്കാൻ. നമ്മുടെ സൈനികർ എന്താണ് ചെയ്യുന്നത്? താങ്കൾ സ്വന്തം സൈനികരുമായി ചെന്ന് ആ വിപ്ലവകാരികളുടെ തല വെട്ടുക. ഇപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. സൈനികർ പന്നായുടെ ത്യാഗത്തെ ആദരിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ നമ്മുടെ ആജ്ഞ അനുസരിച്ച് ആയുധമെടുത്തേനെ. ഇപ്പോൾ അവർ താങ്കളെ രാജാവായിട്ടല്ല, മേവാടിന്റെ പ്രതാപത്തെ നശിപ്പിക്കുന്നവനായിട്ടാണ് കരുതുന്നത്. ഒരുപക്ഷെ അവർ താങ്കളെ അവരെന്നെ വധിക്കും. അതല്ലേ പറയാമെന്നത്? ശരി, പാപത്തിൽ നിന്നുള്ള മുക്തിയുടെ ദിവസം ഇതാ സമാഗതമായിരിക്കും. ശരി, പക്ഷേ മേവാടിന്റെ ചരിത്രത്തിൽ ഒരു പുതുഅധ്യായം ചേരുകയാണ്. അതെ, ഈ എന്റെ പേരും ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദാസീപുത്രൻ എന്ന് പറഞ്ഞ ഈയുള്ളവനും ചിത്തോടിന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നിരിക്കുന്നു. ഇനി റാണ ഉദയസിംഹന് ചിത്തോടിലെ സിംഹാസനത്തിലേക്ക് സ്വാഗതം. സ്വാഗതം റാണ ഉദയസിംഹൻ, സ്വാഗതം. റാണ ഉദയസിംഹൻ ജയിക്കട്ടെ! റാണ ഉദയസിംഹൻ ജയിക്കട്ടെ! റാണ ഉദയസിംഹൻ. മേവാട് രാജനിവാസികളെ, ഇവിടെ ഈ മണ്ണിൽ ബലിദാനത്തിന്റെ കഥ എപ്പോഴെല്ലാം പാടുന്നുവോ, പന്നാദായിയുടെ കഥയില്ലാതെ അതൊന്നും പൂർണ്ണമാവില്ല. ഇത് സത്യം. റാണ ഉദയസിംഹ. എന്താണമ്മേ? എന്റെ ജോലി കഴിഞ്ഞു, എനിക്ക് വിട നൽകുക. അമ്മ എങ്ങോട്ട് പോകുന്നു? അതെ മകനെ, ഒരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ട്. എന്നെ അമ്മേ എന്ന് വിളിച്ചിരുന്ന മറ്റൊരു പുത്രനും കൂടി എനിക്കുണ്ടായിരുന്നു. വർഷങ്ങളായി കുറച്ച് കണ്ണുനീർ ഞാൻ അവന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അവസരം കിട്ടിയില്ല. ഇതുവരെ അവന് തർപ്പണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
പാവം എന്റെ ചന്ദൻ. അവൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നെ. കുമാരൻ നല്ല ചന്ദനാവുകയാണെങ്കിൽ ഞാൻ അവനെ എന്റെ മകനാക്കുമെന്ന് ആ രാത്രി ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്റെ അമ്മയാണ്. ഞാൻ നിങ്ങളുടെ അമ്മക്ക് കൊടുത്ത വാക്ക് അത് പൂർണ്ണമായി. പന്ന, ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ രാജകൊട്ടാരത്തിനും ചിത്തോടിന്റെ കോട്ടയ്ക്കും മേവാടിന്റെ ഭാവി രാജാവാകേണ്ട എന്റെ പുത്രനെ രക്ഷിക്കാൻ കഴിയാതായിരിക്കുന്നു. ഒരപേക്ഷയുണ്ട്. എന്റെ മരണശേഷം എന്റെ പുത്രൻ ഉദയൻ സ്വന്തം പുത്രനെ രക്ഷിക്കുന്നത് അതുപോലെ. ഞാൻ നിങ്ങളുടെ അമ്മക്ക് കൊടുത്ത വാക്ക് അത് പൂർണ്ണമായി. നിങ്ങൾ നിസ്സഹായനായിരുന്നപ്പോൾ നിങ്ങളെ വിട്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾ മേവാടിലെ രാജാവാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഇനി എനിക്ക് യാതൊരു ഭയമോ ചിന്തയോ ഇല്ല. നിങ്ങൾ സിംഹാസനത്തിലിരുന്ന് ശോഭിക്കുക മകനെ. നിന്റെ രാജാരൂപം കണ്ണുനിറയെ കണ്ടിട്ട് ഞാൻ പോകാം. ആ രാത്രിക്ക് ശേഷം ഞാൻ നിന്റെ മാത്രം അമ്മയായി ജീവിച്ചു. ഇനി എനിക്ക് ചന്ദന്റെ അമ്മയായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. തർപ്പണം ചെയ്തല്ലേ തീരൂ. അമ്മേ, പോവരുതെന്ന് പറയാനല്ലേ എനിക്കാവൂ. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ഒരു രാജാവിന്റെ അവകാശാധികാരങ്ങൾ എത്ര നിസ്സഹായമെന്ന് നോക്കൂ. അമ്മയെ ഞാൻ തടയില്ല. മേവാടിന്റെ വീരന്മാരായ സർദാർമാരെ പുതിയ രാജാവിന്റെ രാജതിലകത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്താൽ ദേശീയ നാടക പരിപാടിയിൽ നിങ്ങൾ കേട്ടത് പന്നാധായ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: പന്നാധായ് രജിത മധു, ബൻവീറിന്റെ അമ്മ രജനി മേലൂർ, ബൻവീർ PT മനോജ്, ബഹാദൂർ ഷാ KPK വെങ്ങര, ഉദയസിംഹൻ MS വാസുദേവൻ, വിക്രമാദിത്യ സിംഹൻ ബാലമുരളി ചിറക്കൽ, സർദാർ വീർ സിംഗ് ഷാജി മാലൂർ, സർദാർ ജേത് സിംഗ് ജിതേഷ് P, സർദാർ ജഗ്മൽ സജി സെബാസ്റ്റ്യൻ, ഒന്നാമത്തെ സൈനികൻ KO ശശിധരൻ, രണ്ടാമത്തെ സൈനികൻ VV മുരളീധരൻ, പന്നയുടെ സേവകൻ ജിതേഷ് PV, ചന്ദൻ മയൂഖ് ഷാജി, ബാലനായ ഉദയസിംഹൻ മാനസ ഷാജി. നാടകരചന വിനോദ് കുമാർ. മലയാള പരിഭാഷ ഡോക്ടർ അജിത് കുമാർ B. സഹകരണം SR മായ, AT നിത്യ. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, സുരേന്ദ്രൻ കൂടാളി. നിർവഹണ സഹായം വിനീത സുമം. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.